സെമസ്റ്ററിൽ 6ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഫ്രിജറേഷനും അതേപോലെ എയർ കണ്ടീഷനിങ്ങും, ഈ 2 ടോപ്പിക്സാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾക്ക് ഈ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ എയർ കണ്ടീഷണറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏതൊക്കെയാണ് ഇതിൻ്റെ മെഷീൻസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പാർട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് വീട്ടിലെ റെഫ്രിജറേറ്റർ എന്നുള്ള ഒരു സംഗതിയായിരിക്കും. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ നമ്മളുടെ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ മെഡിസിൻസ് അങ്ങനെയുള്ള സംഗതികളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് റെഫ്രിജറേറ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ എയർ കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കും, നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന റൂം, വേനൽക്കാലത്തൊക്കെ റൂം തണുപ്പിക്കാനൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ കാറുകളിലോ വാഹനങ്ങളിലൊക്കെ തണുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ സബ്ജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഏത് സ്ഥലത്തും ധാരാളം ജോലി സാധ്യത ഉള്ള ഒരു മേഖലയാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വൃത്തിയായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ലഭിക്കാനായിട്ട് വളരെ ഈസിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ജോലി ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളൊക്കെ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം എന്താണ് റെഫ്രിജറേഷൻ എന്ന് നോക്കാം. റെഫ്രിജറേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് അച്ചീവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ടെമ്പറേച്ചർ ബിലോ ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ്സ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് വളരെ താഴ്ന്ന ഒരു ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുകയും ആ ടെമ്പറേച്ചറിൽ തന്നെ ആ ഒരു ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ചെയ്യുന്ന മെഷീനെ നമ്മൾ റെഫ്രിജറേറ്റർ എന്ന് പറയും. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രിസർവേഷൻ ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ഒക്കെയാണ് വരുന്നത്. അതല്ലാതെയുണ്ട് കുറേ ആപ്ലിക്കേഷൻസ്, നമുക്ക് ലേറ്റർ സ്റ്റേജിൽ നോക്കാം. അതേപോലെ ഇതേ റെഫ്രിജറേഷൻ സിസ്റ്റം നമുക്ക് ഹ്യൂമൻ കംഫോർട്ടിന് വേണ്ടി, ഹ്യൂമൻ തെർമൽ കംഫോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറയാം എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഈ റെഫ്രിജറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ്. ഒരു പരിധി വരെ മുഴുവനായിട്ടും വരുന്ന കാര്യങ്ങൾ നമ്മൾ ലേറ്റർ ഒരു സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എയർ കണ്ടീഷനിങ് ഈസ് റെഫേഴ്സ് ടു ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എയർ സോ ആസ് ടു കൺട്രോൾ ഇറ്റ്സ് ടെമ്പറേച്ചർ, മോയ്സ്ചർ കണ്ടൻറ്റ്, ക്ലീൻലിനെസ് ആൻഡ് സർക്കുലേഷൻ. അപ്പോൾ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എയറിൻ്റെ ടെമ്പറേച്ചർ, അതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് വേറെ നമ്മളെ ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറയും. അതേപോലെ അതിൻ്റെ ക്ലീൻലിനെസ്, അത് എത്രത്തോളം പ്യുവറാണ് എന്നുള്ള സംഗതി, അതേപോലെ അതിൻ്റെ സർക്കുലേഷൻ, എയർ സർക്കുലേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഒരേ സമയം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെ നമ്മൾ എയർ കണ്ടീഷനിങ് എന്ന് പറയും. ഇത് ചെയ്യുന്ന മെഷീൻ എയർ കണ്ടീഷണർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ഈ റെഫ്രിജറേഷനും അതേപോലെ എയർ കണ്ടീഷനിങ്ങും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കുക, റെഫ്രിജറേഷൻ എന്നുള്ള ഒരു ഭാഗം നോക്കാം. അവിടെ റെഫ്രിജറേഷൻ എന്നുള്ള ഭാഗത്ത് ഇതിൻ്റെ മെയിനായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത്, റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആണ്. എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ കൂളിങ്ങും ഹീറ്റിങ്ങും വരും. അപ്പോൾ റെഫ്രിജറേഷനിൽ ഫുഡ് പ്രിസർവേഷൻ, ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ, അതേപോലെ അതിൻ്റെ സെൻറ്ററിൽ നോക്കുക കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഈ ഒരു ഭാഗം കൂടി റെഫ്രിജറേഷനെ നമുക്ക് ഉൾപ്പെടുത്താം. അതേസമയം എയർ കണ്ടീഷനിങ് എന്നുള്ള ഒരു ഭാഗത്ത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ
എയറിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ ഉയർത്തുക. ഇതിനാണ് നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുക. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എയറിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ ഒഴിവാക്കുക. അതിനാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം സാധാരണ ചെയ്യുന്നത് ടെമ്പറേച്ചർ കുറയ്ക്കാം. അങ്ങനെ ആ താഴ്ന്ന ടെമ്പറേച്ചറിൽ നമുക്ക് ഫുഡ് പ്രിസർവ് ചെയ്യാം, അതല്ലെങ്കിൽ ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി ഉപയോഗിക്കാം. അതാണ് റെഫ്രിജറേഷൻ സിസ്റ്റം ചെയ്യുന്നത്. എയർ കണ്ടീഷനിങ് സിസ്റ്റം ചെയ്യുന്നത് ടെമ്പറേച്ചർ കുറയ്ക്കുക, അതല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക, ഹീറ്റിങ്ങും പറ്റും. അതേപോലെ ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, അതേപോലെ എയർ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഇത് വളരെ വ്യാപകമായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ ഫുഡ് ആൻഡ് കംഫർട്ട്, ഈ രണ്ട് കാര്യങ്ങളായിരുന്നു പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത്. ഈ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഇപ്പോഴാണ് നമുക്ക് ഫ്രിഡ്ജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ റെഫ്രിജറേഷൻ നാച്ചുറൽ റെഫ്രിജറേഷൻ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അതിനുപയോഗിച്ചിരുന്ന മെത്തേഡ്സ് നോക്കാം. അതിലൊന്ന് ഐസ് ലഭിക്കാനായിട്ട് ഈ കോൾഡർ റീജിയൻസിൽ നിന്ന് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും. അതല്ലെങ്കിൽ വിൻ്റർ സമയത്ത് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഐസ് ഹൗസ് പോലെയുള്ള സ്ഥലങ്ങളിൽ സമ്മർ യൂസിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതേപോലെ വേറൊരു സംഭവം, നൈറ്റിൽ നമുക്കറിയാം, നൈറ്റിൽ കുറേ ടെമ്പറേച്ചർ താഴും അല്ലേ, സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ടെമ്പറേച്ചർ താഴും. അപ്പോൾ ആ സമയത്ത് വെള്ളം തണുപ്പിച്ച് ഐസാക്കുന്ന ഒരു പ്രോസസ്സ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുകളൊക്കെയാണ് നാച്ചുറൽ റെഫ്രിജറേഷനിൽ വരുന്നത്. ഈ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഐസ് ഹൗസുകൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസുലേഷന് വേണ്ടിയിട്ട് ഈ സോഡസ്റ്റ് അതേപോലെ മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ധാരാളം ഉപയോഗിച്ചിരുന്നു. അതേപോലെ പല ആളുകളും ഈ ഐസ് ട്രേഡ് എന്ന് പറയുന്നൊരു പരിപാടിയിൽ ഏർപ്പെട്ടിരുന്നു. ഐസ് എന്ന് പറഞ്ഞാൽ പല ഭാഗത്തു നിന്ന് ഐസ് ശേഖരിച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വിൽക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ധാരാളമായിട്ട് അതിൻ്റെ പഴയ കാലത്തുള്ള കഥകളൊക്കെ കാണാം. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള നാച്ചുറൽ മെത്തേഡ്സ്, അതേപോലെ രാത്രി കാലങ്ങളിൽ വെള്ളം പുറത്ത് വെച്ച് തണുപ്പിക്കുന്ന പ്രോസസ്സ്, അതേപോലെ വേറൊന്ന് നമ്മളുടെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് അറിയുന്നൊരു സംഗതിയാണ് ഈ മൺപാത്രങ്ങളിൽ വെള്ളം സൂക്ഷിച്ച് വയ്ക്കുന്നൊരു പരിപാടി, ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നൊരു സംഗതി. ഇങ്ങനെയുള്ള മെത്തേഡ് ഉണ്ടായിരുന്നു തണുപ്പിക്കാനായിട്ട്. അതേപോലെ നിങ്ങൾക്ക് ചില സോൾട്ടുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് ചെറിയ തണുപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോൾട്ട്, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് അലിയിപ്പിച്ച് വെക്കാം. അപ്പോൾ അതിൻ്റെ ചുറ്റും തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു ഒരു തണുപ്പ് അനുഭവപ്പെടും. കാരണം ഈ ഡിസോൾവ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഹീറ്റ് വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ധാരാളം ഹീറ്റ് ഈ സോൾട്ട് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ധാരാളം ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ സാധനം, ഇതിൻ്റെ -20 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിൽ -50 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഉപയോഗിക്കാം. പ്രോപ്പർലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള സെറ്റിങ്സൊക്കെ അതിന് ആവശ്യമാണ്. ഇനി പക്ഷേ ഇതൊന്നും ധാരാളമായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷേ എന്നാലും പണ്ട് കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു മെത്തേഡ്സ് നമുക്ക് വേണമെങ്കിൽ നാച്ചുറൽ ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ നാച്ചുറൽ കൂളിങ്ങിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണെങ്കിലും AC ആണെങ്കിലൊക്കെ കൂടുതലായിട്ടും ആർട്ടിഫിഷ്യൽ സിസ്റ്റംസിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റംസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇതേപോലെ തന്നെയാണ് ഈ എയർ കണ്ടീഷനിങ്ങിൻ്റെ കാര്യം. ഈ എയർ കണ്ടീഷനിങ് പണ്ട് കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ അത് കുറേശ്ശെ പല ഇൻഡസ്ട്രി അപ്ലിക്കേഷനും ഒക്കെ പതിയെ കടന്നു വന്നു. അപ്പോൾ അതിനും ഒരുപാട് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ. അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്
പ്രധാനമായിട്ടും നമുക്ക് ഈ റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ 4 കാറ്റഗറി ആയിട്ട് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 4 തരത്തിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫുഡ് പ്രോസസ്സിംഗ് ആണ്. ഫുഡ് പ്രോസസ്സിംഗ്, പ്രിസർവേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫുഡ് പ്രോസസ്സിംഗ്, പ്രിസർവേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒരു ആപ്ലിക്കേഷൻ. രണ്ടാമത്തത് കെമിക്കൽ പ്രോസസ്സസ് ഇൻ ഇൻഡസ്ട്രീസ്, കെമിക്കൽ ആൻഡ് പ്രോസസ് ഇൻഡസ്ട്രീസ്. അങ്ങനെയുള്ള ഈ ഇൻഡസ്ട്രീസിൽ കെമിക്കൽ ഇൻഡസ്ട്രീസും പ്രോസസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രീസ്, ഇവിടെയൊക്കെ നമ്മൾ ധാരാളം ഈ തരത്തിലുള്ള റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ചില മെറ്റൽസിൻ്റെ ട്രീറ്റ്മെൻറ്റും, കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റൽസ്, അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ, കൺസ്ട്രക്ഷൻ, ഐസ് സ്കേറ്റിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ് കംഫർട്ട് എയർ കണ്ടീഷനിങ്. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള എയർ കണ്ടീഷനിങ് ജനറലായിട്ട് പറയാം. ഇതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻസ് വരുന്നത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ ഇൻ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത് വരുന്നത് സ്റ്റോറേജ് ഓഫ് റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെ കുറേ കാലം സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് നമ്മൾ ഈ തരത്തിലുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെന്താ അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ടാണ് നമുക്ക് തണുപ്പിക്കുന്ന സമയത്ത് ഇത് കൂടുതൽ കാലം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്കറിയാം ഈ ഫുഡൊക്കെ പലപ്പോഴും ചീത്തയാകുന്നത് ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ടെന്നറിയാം അല്ലേ. അപ്പോൾ ഇത് അതേപോലെ ഈ ഫ്രൂട്ടൊക്കെ പഴുക്കുന്നത് ചില എൻസൈമുകളാണ് ഇതിനുള്ള കാരണം എന്നറിയാം. അപ്പോൾ ഈ തണുപ്പിക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ഫ്രൂട്ട്സ് പഴുക്കുന്ന ഒരു കാര്യം ആവുകയാണെങ്കിൽ അതിൻ്റെ എൻസൈം ചേഞ്ച്, അല്ലെങ്കിൽ എൻസൈമിൻ്റെ പ്രവർത്തനത്തിന് അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ താഴ്ന്ന ടെമ്പറേച്ചറിൽ ഈ കാര്യങ്ങൾ കൂടുതൽ കാലം സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത് നിങ്ങൾക്കിതൊരു ഇതിൻ്റെ തണുപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആവറേജ് യൂസ്ഫുൾ സ്റ്റോറേജ് ലൈഫാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ മീറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, നമ്മളുടെ നാട്ടിലുള്ള ഒരു സാധാരണ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 38 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ്, 30 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലാണ് നമ്മുടെ സാധാരണയുള്ളൊരു ടെമ്പറേച്ചർ എന്നാണ് നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഏകദേശം ഒരു ദിവസം മാത്രം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന മീറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നിങ്ങൾ ഈ ടേബിളിൽ കാണാം 6 മുതൽ 10 ദിവസം വരെ സൂക്ഷിച്ചു വയ്ക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫിഷിൻ്റെ കേസാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഒരു ദിവസമോ അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി 0 ഡിഗ്രി സെൽഷ്യസിൽ 2 മുതൽ 7 ദിവസം വരെ, ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ചു വയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പോൾട്രി, ഡ്രൈ മീറ്റ് ആൻഡ് ഫിഷ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, റൂട്ട് ക്രോപ്സ്, ഡ്രൈ സീഡ്സ്, ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേബിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ആവറേജ് യൂസ്ഫുൾ സ്റ്റോറേജ് ലൈഫ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇനി അപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ ഇൻ കെമിക്കൽ ആൻഡ് പ്രോസസ് ഇൻഡസ്ട്രീസ്. എന്തൊക്കെയാണ് ഈ കെമിക്കൽ ഇൻഡസ്ട്രീസ് അതേപോലെ പ്രോസസ് ഇൻഡസ്ട്രീസിൽ എന്തൊക്കെ തരത്തിലാണ് നമുക്കിത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്ന് സെപ്പറേഷൻ ഓഫ് ഗ്യാസസ്. ഇത് പെട്രോ കെമിക്കൽ പ്ലാന്റുകളിലൊക്കെ ടെമ്പറേച്ചർ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ -150 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയുള്ള അത്രയും താഴ്ന്ന ടെമ്പറേച്ചറൊക്കെ എത്താൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു സിസ്റ്റംസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഗ്യാസസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ കണ്ടൻസേഷൻ ഓഫ് ഗ്യാസസ് ഉപയോഗിക്കാറുണ്ട്. ഇത് കണ്ടൻസ് ചെയ്ത് നമുക്കൊരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റി, ഗ്യാസിനെ തണുപ്പിച്ച് അതിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സുകൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഡീഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ. ഡീഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഈ എയറിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ എയർ തണുപ്പിച്ചു കഴിഞ്ഞാൽ ആ എയറിലുള്ള വെള്ളം ഇത് മുഴുവൻ വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്കായിട്ട് മാറും. അപ്പോൾ നമുക്കത് ആ എയർ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും.
ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഒരു ഗ്ലാസ്സിലോ പാത്രങ്ങളിലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും കുറേ വെള്ളത്തുള്ളികൾ വന്ന് നിൽക്കുന്ന കാണാം. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ തണുത്ത വെള്ളം വീഴുമ്പോൾ ഈ പാത്രത്തിൻ്റെ ചുറ്റും ഉള്ള എയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് അതിന് മുകളിൽ പറ്റിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എയറിനെ ഡീഹ്യൂമിഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ചെയ്യാവുന്നത് സോളിഡിഫിക്കേഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ചില ലിക്വിഡ് മിക്സറിൽ നിന്ന് അതിലുള്ള ചില സബ്സ്റ്റൻസിനെയൊക്കെ അല്ലെങ്കിൽ പൊല്യൂട്ടൻസിനെ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ വേർതിരിച്ചെടുക്കാനുമൊക്കെ നമുക്ക് ഈ പറയുന്ന റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കാം. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഡീവാക്സിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ഒരു -25 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു -25 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള റേഞ്ചിലേക്കൊക്കെ തണുപ്പിക്കുന്ന സമയത്ത് നമുക്കതിലുള്ള വാക്സിനെ എടുത്തു മാറ്റാൻ പറ്റും. അപ്പോൾ ആ വാക്സ് കണ്ടൻസ് ചെയ്ത് മുകളിൽ വരുന്ന സംഗതി നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ സ്റ്റോറേജ് ഓഫ് ലിക്വിഡ് അറ്റ് ലോ പ്രഷർ. അപ്പോൾ ലിക്വിഡായിട്ട് ഗ്യാസിനെ സൂക്ഷിക്കാം. അപ്പോൾ ലിക്വിഡായിട്ട് സൂക്ഷിക്കുമ്പോൾ ഒരു ഗ്യാസിനെ ലിക്വിഡായിട്ട് സൂക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മെച്ചം എന്ന് പറയുന്നത് ചെറിയ സ്റ്റോറേജ് സ്പേസ് മതി. ഗ്യാസിനെ ഗ്യാസായിട്ട് തന്നെ സ്റ്റോറേജ് ചെയ്യുകയാണെങ്കിൽ വലിയ സ്റ്റോറേജ് ടാങ്കുകൾ നമുക്ക് ആവശ്യമാണ്. അതേസമയം അതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ലിക്വിഡായി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ വോള്യൂം വളരെ താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതേപോലെ റിമൂവൽ ഓഫ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ്, ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ റിയാക്ഷൻ്റെ വേഗത കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൻ്റെ കെമിക്കൽ പ്രോസസ്സിൻ്റെ വേഗത നമുക്ക് ഹീറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കുമ്പോൾ റിയാക്ഷൻ്റെ വേഗത കുറയുകയൊക്കെ ചെയ്യുന്ന എക്സാമ്പിൾസൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൂളിംഗ് ഫോർ പ്രിസർവേഷൻ. അപ്പോൾ ചില വസ്തുക്കളൊക്കെ, ഉദാഹരണത്തിന് ചില മരുന്നുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് താഴ്ന്ന ഒരു ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് കൂളിംഗ് ഫോർ പ്രിസർവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ റിക്കവറി ഓഫ് സോൾവൻസ്. ചില സോൾവൻസ് നമ്മൾ പ്രത്യേകിച്ച് ഈ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സോൾവൻസ് അത് ഇവാപ്പറേറ്റ് ചെയ്യും. റിയാക്ഷൻ കഴിയുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യും. ഈ ഇവാപ്പറേറ്റ് ചെയ്യുന്ന സോൾവൻസ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ കണ്ടൻസ് ചെയ്യിച്ച് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് സോൾവൻസിനെ നമുക്ക് അത് ഇവാപ്പറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിനെ താഴ്ന്ന ടെമ്പറേച്ചർ ഉപയോഗിച്ച് അതിനെ കണ്ടൻസ് ചെയ്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഇത് കാണാവുന്നതാണ്, റെഫ്രിജറേഷൻ സിസ്റ്റംസ് കാണാവുന്നതാണ്. അടുത്തത് സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് അതിലുള്ള നോക്കാം. ഒന്ന്, കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റൽസ്. ചില മെറ്റൽസ് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന താഴ്ന്ന ടെമ്പറേച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഗേജ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇത് നമ്മൾ സാധാരണ -20 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഉള്ള ഒരു ബാത്തിൽ സോക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ പലപ്പോഴും അത് ചെയ്യാറുള്ളത്. അതേപോലെ ഹാർഡ്നസ് ആൻഡ് വിയർ റെസിസ്റ്റൻസ് ഓഫ് കാർബറൈസ്ഡ് സ്റ്റീൽ, ഇത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ പ്രോസസ്സ് ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ്സും വിയർ റെസിസ്റ്റൻസും കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ കട്ടിംഗ് ടൂളിൻ്റെ ലൈഫ് കൂട്ടാനായിട്ട് നമ്മൾ ഇതിനെ കോൾഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. -100 ഡിഗ്രി സെൽഷ്യസിലൊക്കെ അതിനെ തണുപ്പിച്ച് വെച്ചിട്ടൊക്കെ കട്ടിംഗ് ടൂളിൻ്റെയൊക്കെ നമുക്ക് ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പല കോൾഡ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പത്രങ്ങളിലൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ ഈ ഒരു വാക്സിൻ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ സപ്ലൈ ചെയ്യുക, നമുക്ക് എത്രത്തോളം ടെമ്പറേച്ചർ താഴ്ന്ന എങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടാവും. ഇപ്പോൾ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മരുന്നുകളും അതേപോലെ ഈ വാക്സിൻസൊക്കെ നമുക്ക് താഴ്ന്ന ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പലപ്പോഴും ഈ റെഫ്രിജറേറ്റേഴ്സ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആവശ്യമായിട്ട് വരും.
അതങ്ങനെയുള്ള പല പ്രോസസ്സുകൾ, മെഡിക്കൽ ബ്ലഡ് പ്ലാസ്മ ആൻഡ് ആൻറ്റിബയോട്ടിക്സ് മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ വേറൊന്ന് വരുന്നത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്കറിയാം ഈ കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളത് എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ചൂട് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ആ ചൂട് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആ ക്രാക്ക് ഫോം ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം ഒഴിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചില സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിൽ ഇത് തണുപ്പിക്കാനായിട്ട് തണുത്ത വെള്ളം പോകുന്ന പൈപ്പുകൾ ഈ പറയുന്ന കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ എംബഡ് ചെയ്യുകയും അതുവഴി തണുത്ത വെള്ളം കടത്തിവിടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് അത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഡീസലിനേഷൻ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഉപ്പ് കലർന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഇത് വെള്ളം ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് എടുത്ത് മാറ്റാനായിട്ട് ഉള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതേപോലെ ഐസ് മാനുഫാക്ചർ എന്ന് പറയുന്നത് ഐസ് ഉണ്ടാക്കുക. ഇതൊരു ക്ലാസിക്കൽ അപ്ലിക്കേഷനാണ് റെഫ്രിജറേഷൻ്റെ ഐസ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറച്ച കണ്ടെയ്നേഴ്സ് ഇത് തണുത്ത സോൾട്ട് വാട്ടറിൽ നമ്മൾ മുക്കി വയ്ക്കും, അങ്ങനെ അത് ഫ്രീസിലെടുപ്പിക്കും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയാവുന്നത്. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് എയർ കണ്ടീഷനിങ്. ആപ്ലിക്കേഷൻ ഓഫ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നമുക്ക് പറയാൻ പറ്റുക. ഒന്ന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ട്, രണ്ട് കംഫർട്ട് ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇൻഡസ്ട്രീസിൽ അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള എയർ കണ്ടീഷനിങ് ചെയ്യുന്നത്. ഇപ്പോൾ റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാം. റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് താഴ്ന്ന ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ എയറിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, എയറിൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക, എയറിൻ്റെ മൂവ്മെൻറ്റ്, എയറിൻ്റെ ക്വാളിറ്റി, എയറിൻ്റെ പ്യൂരിറ്റി, ഈ കാര്യങ്ങളെല്ലാം എയർ കണ്ടീഷനിങ്ങിൽ വരും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നൊന്ന് കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ കംഫർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ടെക്സ്റ്റൈൽസ്, പ്രിൻറ്റിങ്, മാനുഫാക്ചറിങ്, ഫോട്ടോഗ്രാഫിക്, കമ്പ്യൂട്ടർ റൂംസ്, പവർ പ്ലാന്റ്സ്, വെഹിക്കിൾ, വാഹനങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത് ഇങ്ങനെയൊക്കെ വരും. കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ. കമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ തിയേറ്ററുകൾ ഇങ്ങനെയുള്ളത്. റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ വീട് എയർ കണ്ടീഷൻ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് കംഫർട്ട് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി നോക്കുകയാണ്. അപ്പോൾ അതിൽ ലബോറട്ടറീസ്, പല ലാബുകളിലും ഈ പറയുന്ന അഡ്വാൻസ്ഡ് ലാബുകളിലൊക്കെ ചില ഇൻസ്ട്രുമെൻസൊക്കെ സൂക്ഷിക്കാനായിട്ടും ചില പ്രത്യേക പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രി എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പ്രിൻറ്റിങ് ആപ്ലിക്കേഷൻസിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് പേപ്പർ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രസ്സിൽ നിന്ന് വേറൊരു പ്രസ്സിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഒരു ഇങ്ക്, ആ ഇങ്കിൻ്റെ ഒരു കളറിലുള്ളൊരു ഇങ്ക് അടുത്ത ഇതിലേക്ക് സെക്കൻഡ് പ്രസ്സിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് ആ ഇങ്ക് ഉണങ്ങേണ്ട അല്ലെങ്കിൽ ഡ്രൈ ആവേണ്ട ഒരു സംഗതി വരും, ആ ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ അടുത്തൊരു പ്രസ്സിലേക്ക് എത്തുന്നതിന് മുന്നേ ആ ഇങ്ക് ഉണങ്ങിയാൽ മാത്രം രണ്ടാമത് വരുന്ന ഒരു കളറുമായിട്ട് ഒരു മിക്സിങ് ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അല്ല പേപ്പർ ചുരുങ്ങാതിരിക്കാനും, പേപ്പർ ചുരുങ്ങി ഇതിൻ്റെ പിക്ചർ ഡിസ്റ്റോർഷൻ സംഭവിക്കാതിരിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ മാനുഫാക്ചറിങ് ഓഫ് പ്രിസിഷൻ പാർട്സ്, മെറ്റൽ പാർട്സ് ഇത് നമ്മൾ ഒരേ ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ ചുരുങ്ങലോ അല്ലെങ്കിൽ ഷ്രിങ്കിങ്ങോ ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ പ്രിസിഷനായിട്ടുള്ള മാനുഫാക്ചറിങ് സിസ്റ്റംസിൽ നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള എന്താ പറയുക എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. നിങ്ങൾ ചിലപ്പോൾ CNC മെഷീൻസൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ചില ക്യാബിൻസ് കാണാം, എയർ കണ്ടീഷണർ ഒക്കെ അതിൽ വെച്ചിട്ടുണ്ടാവും. അതേപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ ഹ്യൂമിഡിറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ
ഈ പറയുന്ന ഇതിൻ്റെ നൂല് പൊട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റിയോ നമുക്ക് ലഭിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന റിഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മളത് വളരെ കൃത്യമായിട്ട് പ്യുവറായിട്ടുള്ള അന്തരീക്ഷത്തിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഡസ്റ്റോ ഒന്നും ഇല്ലാത്ത കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽ ചില അനിമൽസിന്, ചില പശുക്കളി അങ്ങനെയുള്ള ചില മൃഗങ്ങളെയും ചില നായ്ക്കളെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേപ്പറിലോ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിനെയൊക്കെ താഴ്ന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ പാർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്, ചില മറ്റേ മിൽക്ക് ഈൽഡ് കൂട്ടാനൊക്കെ ആയിട്ട് ചില പശുക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂമുകളിലൊക്കെ നിർത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് എയർ കണ്ടീഷനിങ് വരുന്നതാണ്. അതുപോലെ കമ്പ്യൂട്ടർ റൂമുകളിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എന്താ പറയുക, അത് കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ കൃത്യമായിട്ടുള്ളൊരു അളവിൽ നിർത്താൻ വേണ്ടി, അതേപോലെ അതിൻ്റെ ക്ലീൻലിനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പവർ പ്ലാന്റ്സിൽ പലപ്പോഴും ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ധാരാളമായിട്ടുണ്ടാവും, മൈക്രോ പ്രോസസ്സറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മളവിടെ അത് വളരെ ടെമ്പറേച്ചർ കൂടാതെ സൂക്ഷിക്കാനായിട്ട് എയർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വെഹിക്കുലർ എയർ കണ്ടീഷനിങ്, വാഹനങ്ങളിൽ, ബസ്സിലും ട്രെയിനും ട്രക്കിലും അങ്ങനെയുള്ള എയറോപ്ലെയിനിലൊക്കെ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് കംഫേർട്ട് എയർ കണ്ടീഷനിങ് ആണ്. കംഫേർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീടുകളിൽ റെസിഡൻസിൽ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ ഓഫീസുകളിൽ ഉപയോഗിക്കാറുണ്ട്, ഷോപ്പിംഗ് മാളുകളിൽ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ സ്റ്റോറുകളിൽ ഉപയോഗിക്കാറുണ്ട്, ലാർജ് ബിൽഡിങ്സ്, തിയേറ്റേഴ്സ്, ഓഡിറ്റോറിയം, റെസ്റ്റോറൻറ്റ്സ്, ഇങ്ങനെ പല ഭാഗങ്ങളിലും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇതിപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്സൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് ഈ എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതൽ ആളുകൾ ആ ഒരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ തിയേറ്ററിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ആൾക്കാർ വലിയ ബിൽഡിങ്ങുകളാകുമ്പോൾ എയർ കണ്ടീഷനിങ് ഇല്ലെങ്കിൽ അതിനുള്ള പ്രോപ്പർ എയർ സർക്കുലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എയർ കണ്ടീഷണേഴ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ജോലി സാധ്യതയെക്കുറിച്ചാണ്. ഇതിൻ്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഫീൽഡിൽ വലിയ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയ തോതിലുള്ള ജോലി അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ മേഖലയിൽ. ഇപ്പോൾ ഇതിൻ്റെ ഈ പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് ഇതിൻ്റെ ചിലവ് കുറയുന്നത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ എയർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഈ ടൂറിസം ഇൻഡസ്ട്രിയുടെയൊക്കെ വളർച്ച, അതേപോലെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റ്, ഈ മുന്നേ വികസിതമായി കടന്നിരുന്ന രാജ്യങ്ങൾ വളരുന്നതോടൊപ്പം തന്നെ അവിടെ ഇതിൻ്റെ ആവശ്യകത കൂടുകയും അങ്ങനെ ധാരാളമായിട്ട് ഇതിൻ്റെ ഈ AC അല്ലെങ്കിൽ എയർ റെഫ്രിജറേറ്റേഴ്സിൻ്റെ ഉപയോഗം ധാരാളമായിട്ട് കൂടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കണ്ടത് 2018 ഏകദേശം 10 കോടിയോളം യൂണിറ്റ്സാണ് ഇതിൻ്റെ സെയിൽ എന്ന് പറയുന്നത്. 10 കോടിയോളം മെഷീൻസ്, റെഫ്രിജറേറ്റേഴ്സ് അല്ലെങ്കിൽ എയർ കണ്ടീഷണേഴ്സിൻ്റെയാണ് പറയുന്നത്. എയർ കണ്ടീഷണേഴ്സിൻ്റെ 10 കോടിയോളം എണ്ണം വിറ്റ് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് വേൾഡ് വൈഡായിട്ട്. അപ്പോൾ അതിൽ തന്നെ ഏകദേശം 90% എന്ന് പറയാവുന്ന പോലെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ വീടുകളിലുള്ള അങ്ങനെയുള്ള ഓഫീസ് ആവശ്യങ്ങൾക്കുള്ളതാണ്. കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രി എന്ന് വരുന്നത് വളരെ ഒരു 10%-ഓളമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷം ഒരു 10,000 കോടി രൂപയുടെയൊക്കെ മാർക്കറ്റാണെന്നാണ് പറയുന്നത്. ഒരു 10% നിരക്കിലൊക്കെ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു ഈ മേഖല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരും. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ, ഈ നമ്മളുടെ ചെറിയ വീടുകളിലുള്ള ചെറിയ യൂണിറ്റ് അല്ല,
വലിയ ഇൻഡസ്ട്രിയിലും ഒക്കെ വരുന്ന വലിയ വലിയ യൂണിറ്റ്, സെൻട്രലൈസ്ഡ് AC പോലെയുള്ള HVAC സിസ്റ്റംസ് പോലെയുള്ള വലിയ യൂണിറ്റ്സ് ധാരാളം ജോലി അവസരങ്ങളും ധാരാളം മാൻ പവറും ആവശ്യമുള്ളതാണ്. അതേപോലെ ഉള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഇതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. അതേപോലെ വരുന്നത് ഇതിൻ്റെ സർവീസിങ് എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാന്നുള്ളത്. ഇങ്ങനെ ഒരു 3 സെക്ടറിലായിട്ടാണ് ധാരാളം ഇത് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഡിസൈൻ, അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഈ ഒരു മേഖലയിൽ നമുക്ക് നമ്മളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ, ഇപ്പം നിങ്ങളുടെ അറിവിലോ പരിചയത്തിലുള്ള ആളുകളെ നോക്കുമ്പോൾ തന്നെ ധാരാളം ആളുകൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഫർദറായിട്ടുള്ളൊരു പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വലിയ ഒരു വളർച്ച തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ എയർ കണ്ടീഷണേഴ്സിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റേഴ്സിൻ്റെ ബിസിനസ് ഇനിയും ധാരാളം ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ രാജ്യങ്ങളായാലും ഈ പറഞ്ഞ ഇത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ഗ്ലോബൽ വാർമിംഗ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ധാരാളം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ആഗോളതാപനം എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ എയർ കണ്ടീഷണർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ നമ്മളെ തണുപ്പിച്ച് മൊത്തം ലോകത്തിനെ ചൂട് പിടിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു ഉപയോഗം ആരും കാര്യമായിട്ട് ഇപ്പോൾ കുറയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരിക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ജോലി സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ സബ്ജക്റ്റിനെ സമീപിക്കുക.